2026 ആകാൻ ഇനിയും ഒരു മാസത്തിൽ കൂടുതലുണ്ട്. പക്ഷേ ടെക് ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് സാംസങ്ങിന്റെ 2026 ലോഞ്ചിനെ കുറിച്ചാണ്. ഗാലക്സി S26 അൾട്ര ലോഞ്ച് ചെയ്യാൻ ഇനിയും ഒരുപാട് സമയമുണ്ടെങ്കിലും ഫോണിനെ കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ ഒന്നൊന്നായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലവിലെ S25 അൾട്രയിൽ നിന്ന് എന്ത് വലിയ മാറ്റങ്ങളാണ് സാംസങ് പുതിയ S26 അൾട്രയിൽ കൊണ്ടുവരാൻ പോകുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട 5 അപ്ഗ്രേഡുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1. ഡിസൈൻ. ഒറ്റ നോട്ടത്തിൽ S26 അൾട്രയ്ക്ക് S25 അൾട്രയുടെ അതേ രൂപം തന്നെ ആയിരിക്കുമെന്ന് തോന്നാം. എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ ചില പ്രധാന മാറ്റങ്ങൾ കാണാം. പിന്നിലെ ക്യാമറ ഡിസൈനിൽ സാംസങ് ഇത്തവണ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഇപ്പോൾ കാണുന്ന ഓരോ ലെൻസും തള്ളി നിൽക്കുന്ന ഡിസൈൻ മാറ്റി കുറച്ചുകൂടി ഒതുങ്ങിയ ഫോണിന്റെ ബോഡിയുമായി ചേർന്നു പോകുന്ന ഒരു ക്യാമറ ലെൻസ് ഡിസൈൻ ആയിരിക്കും എന്നാണ് ലീക്കുകൾ പറയുന്നത്. ഇനി ഡിസ്പ്ലേയുടെ കാര്യം 6.9 ഇഞ്ചിന്റെ വലിയ OLED സ്ക്രീൻ തന്നെയായിരിക്കും. എന്നാൽ ബ്രൈറ്റ്നസിന്റെ കാര്യത്തിൽ ഒരു വിപ്ലവം വരാൻ പോകുന്നു. 3000 നിറ്റ്സ് വരെ പീക്ക് ബ്രൈറ്റ്സ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ലളിതമായി പറഞ്ഞാൽ കടുത്ത വെയിലിൽ പോലും സ്ക്രീൻ കണ്ണാടി പോലെ വ്യക്തമായിരിക്കും. 2. കരുത്ത് കൂടും. പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സാംസങ് തയ്യാറല്ല. ക്വാൽകോമിന്റെ ഇതുവരെ പുറത്തിറങ്ങാത്ത ഏറ്റവും പുതിയ സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 ചിപ്സെറ്റ് ആയിരിക്കും S26 അൾട്രയ്ക്ക് കരുത്തു പകരുക. ഗെയിം കളിക്കുമ്പോഴും ഒരുപാട് ആപ്പുകൾ ഒരേ സമയം ഉപയോഗിക്കുമ്പോഴും ഫോൺ ഒട്ടും ലാഗ് ആവില്ല. S25 അൾട്രയേക്കാൾ മികച്ച വേഗതയും കാര്യക്ഷമതയും നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാം. 3. ചാർജിംഗ്. സാംസങ് ഫോണുകളെ കുറിച്ച് പലർക്കും ഉണ്ടായിരുന്ന ഒരു പരാതിയാണ് ചാർജിംഗ് സ്പീഡ് കുറവാണെന്ന്. എന്നാൽ S26 അൾട്രയിൽ അതിനൊരു മാറ്റം വരുന്നു. നിലവിലെ 45 വാട്ട്സ് ഫാസ്റ്റ് ചാർജിംഗിൽ നിന്ന് 60 വാട്ട്സിലേക്ക് ചാർജിംഗ് വേഗത ഉയരുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഇത് ബാറ്ററി ഫുൾ ആകാനുള്ള സമയം ഗണ്യമായി കുറയ്ക്കും. 4. ക്യാമറ. സാംസങ്ങിന്റെ അൾട്ര ഫോണുകളുടെ പ്രധാന ആകർഷണം എപ്പോഴും അതിന്റെ ക്യാമറയാണ്. S26 അൾട്രയിലും 200 മെഗാ പിക്സലിന്റെ പ്രധാന ക്യാമറ തന്നെയായിരിക്കും. പക്ഷേ ഒരു മാജിക് ഉണ്ട്. ഇതിന്റെ അപ്പേച്ചർ f/1.6 ആയിരിക്കും. ലളിതമായി പറഞ്ഞാൽ ഈ ക്യാമറയ്ക്ക് കൂടുതൽ വെളിച്ചം പിടിച്ചെടുക്കാൻ സാധിക്കും. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ രാത്രിയിലും വെളിച്ചം കുറവായുള്ള സ്ഥലങ്ങളിലും എടുക്കുന്ന ഫോട്ടോകൾക്ക് കൂടുതൽ ക്ലാരിറ്റിയും ബ്രൈറ്റ്നസും ഉണ്ടാകും. 5. ഫോൺ ഇനി പെട്ടെന്ന് ചൂടാവില്ല. അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണിത്. ഫോണിന്റെ കനം കുറയ്ക്കുകയാണ് സാംസങ് ശ്രമിക്കുന്നതെങ്കിലും ഇതിനകത്തെ കൂളിംഗ് സിസ്റ്റം വലുതാക്കുമെന്നാണ് ലീക്കുകൾ പറയുന്നത്. S25 അൾട്രയിൽ ഉള്ളതിനേക്കാൾ 1.2 മടങ്ങ് വലിപ്പമുള്ള ഒരു വേപ്പർ കൂളിംഗ് ചേംബർ ഇതിലുണ്ടാകും. ഇതിനർത്ഥം നിങ്ങൾ മണിക്കൂറുകളോളം ഗെയിം കളിച്ചാലും 4K വീഡിയോ എടുത്താലും ഫോൺ പെട്ടെന്ന് ചൂടാവില്ല. പെർഫോമൻസ് എപ്പോഴും ഒരേപോലെ നിലനിൽക്കും. ചുരുക്കി പറഞ്ഞാൽ ഡിസൈനിലെ ചെറിയ മിനുക്കുപണികൾ, അതിശക്തമായ പ്രൊസസർ, വേഗതയേറിയ ചാർജിംഗ്, മികച്ച ലോ ലൈറ്റ് ക്യാമറ, കിടിലൻ കൂളിംഗ് സിസ്റ്റം, ഇങ്ങനെ എല്ലാ മേഖലയിലും ഒരു പിടി മുന്നോട്ട് പോകാനാണ് സാംസങ് S26 അൾട്രയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതെല്ലാം വെറും ലീക്കുകൾ മാത്രമാണെങ്കിലും സാംസങ്ങിന്റെ അടുത്ത ഫ്ലാഗ്ഷിപ്പ് ഒരു സംഭവം തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി